ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 18 സന്യാസത്തിൻ്റെ പരിപൂർണത. ശ്ലോകം 2. ശ്രീ ഭഗവാനുവാച: കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഃ സർവകർമ്മഫലത്യാഗം പ്രാഹുസ്ത്യാഗം വിചക്ഷണ. വിവർത്തനം. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഭൗതിക വാഞ്ചകൾക്കു വേണ്ടിയുള്ള കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതാണ് സന്യാസമെന്ന് വിദ്വാൻമാർ പറയുന്നു. സർവകർമ്മങ്ങളുടെയും ഫലങ്ങളെ ഉപേക്ഷിക്കുന്നതിനെയാണ് ബുദ്ധിമാന്മാർ ത്യാഗം എന്ന് വിളിക്കുന്നത്. ഭാവാർത്ഥം: ഫലോദ്ദേശത്തോടെ കർമ്മങ്ങൾ ചെയ്യുന്നത് ഉപേക്ഷിക്കണം. ഇതാണ് ഭഗവത്ഗീതയുടെ സന്ദേശം. എന്നാൽ ആത്മീയോത്കർഷത്തിനുതകുന്ന കർമ്മങ്ങൾ ത്യജിക്കാൻ പാടില്ല. അടുത്ത ശ്ലോകങ്ങളിൽ ഇതേ ആശയം വ്യക്തമാക്കുന്നുണ്ട്. വൈദിക സാഹിത്യങ്ങളിൽ ഓരോ കാര്യസിദ്ധിക്കും വേണ്ടിയുള്ള യജ്ഞാനുഷ്ഠാനങ്ങളെ വെവ്വേറെ നിർദ്ദേശിച്ചിട്ടുണ്ട്. സത്പുത്രലബ്ധിക്കും ഉത്കൃഷ്ട ലോകങ്ങളിൽ എത്തിക്കുന്നതിന് മുതകുന്ന സവിശേഷ യജ്ഞങ്ങളെ അവ നിർദ്ദേശിക്കുന്നു. എങ്കിലും അങ്ങനെ അഭീഷ്ടസിദ്ധികളെ മുൻനിർത്തിക്കൊണ്ടുള്ള യജ്ഞങ്ങളെ ഉപേക്ഷിക്കണം. ഹൃദയശുദ്ധിക്കും ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ വളർച്ചയ്ക്കും വേണ്ടുന്നവ അനുഷ്ഠിക്കുകയും വേണം. ശ്ലോകം 3. ത്യാജ്യം ദോഷവധിത്യേകേ കർമ്മ പ്രാഹുർമനീഷിണഃ യജ്ഞദാനതപകർമ്മ ന ത്യാജ്യമിതി ചാപരേ. വിവർത്തനം. എല്ലാ കാമ്യകർമ്മങ്ങളും ദോഷകരങ്ങളാകയാൽ ത്യജിക്കണമെന്ന് ബുദ്ധിമാന്മാരായ ചിലർ പറയുന്നുണ്ട്. യജ്ഞം, തപസ്, ദാനം എന്നിവ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലെന്ന് മറ്റു ചില ഋഷികൾ അഭിപ്രായപ്പെടുന്നു. ഭാവാർത്ഥം: വൈദിക ഗ്രന്ഥങ്ങളിൽ പല കർമ്മങ്ങളെക്കുറിച്ചും വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാം. ഉദാഹരണത്തിന്, യജ്ഞത്തിലെ ജന്തുബലി നിർദ്ദിഷ്ടമാണെങ്കിലും ഏതു വിധത്തിലായാലും പ്രാണിഹിംസ നിന്ദ്യമാണെന്ന് ഊന്നിപ്പറയുന്നവരുണ്ട്. യജ്ഞത്തിലെ ജന്തുഹിംസ വൈദിക ഗ്രന്ഥങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ജന്തു കൊല്ലപ്പെടുന്നതായി കരുതുന്നില്ല. ആ ജന്തുവിന് ഒരു പുതിയ ജീവിതം കൊടുക്കുന്നതിനായുള്ളതാണ് യജ്ഞം. ചിലപ്പോൾ ആ മൃഗത്തിന് ഒരു പുതിയ മൃഗജീവിതം നൽകപ്പെടുന്നു, അല്ലെങ്കിൽ ഉടനെ മനുഷ്യജന്മം ലഭിച്ചെന്നും വരാം. എന്നാലും ഇക്കാര്യത്തിൽ അഭിജ്ഞർക്ക് അഭിപ്രായ ഐക്യമില്ല. ചിലർ വാദിക്കുന്നു ജന്തുഹിംസ എപ്പോഴും ഉപേക്ഷിക്കണമെന്ന്. ഒരു പ്രത്യേക യജ്ഞത്തിന് അത് കൊള്ളാമെന്ന് മറ്റു ചിലർ ഊന്നിപ്പറയുന്നുമുണ്ട്. യജ്ഞത്തെക്കുറിച്ചുള്ള ഈ വ്യത്യസ്ത അഭിപ്രായങ്ങളെ ഭഗവാൻ ഇവിടെ വ്യക്തമാക്കുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.